നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇനിയൊരു കോണ്ടാക്റ്റ് ഉണ്ടാകുമോ? ഇത്രയും കാര്യങ്ങൾ ഈ റീഡിങ്ങിൽ അറിയാൻ സാധിക്കും. ആദ്യം പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. വീഡിയോയുടെ അവസാനം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റീയൂണിയൻ ഉണ്ടാവാനും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും സ്നേഹം കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽസ് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ പറഞ്ഞാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത്. ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട്. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും ചെയ്തു തരുന്നതാണ്. പരിഹാരങ്ങൾക്കായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം വന്നിരിക്കുന്ന കാർഡ് 6 ഓഫ് കപ്സ്, ദ മൂൺ കാർഡ്, ദ ഫൂൾ കാർഡ്, ദ ലവേഴ്സ് കാർഡ്, 4 ഓഫ് കപ്സ്, 5 ഓഫ് സോർഡ്സ്, 7 ഓഫ് വൺസ്, ഏസ് ഓഫ് വൺസ്, നൈറ്റ് ഓഫ് വൺസ്, 10 ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് കപ്സ്, 5 ഓഫ് വൺസ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത്, അതായത് ആ ഒരു റിലേഷൻഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ സ്നേഹമായിരുന്നു. ആ ഒരു കാലഘട്ടമൊക്കെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പ്രതീക്ഷിക്കാതെ ശരിക്കും ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും. ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങളുടെ വ്യക്തി ഇവിടെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു കെയറിങ്ങും, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു കിട്ടുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും നിങ്ങൾ കിട്ടുകയാണെങ്കിലും ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഒത്തിരി സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്സ് ഇട്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ കഷ്ടമുള്ള ഒരു സിറ്റുവേഷനാണ്. അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഓവർകം ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ ശരിക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരുടെ ചുറ്റിനും ശത്രുക്കളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ ബാക്കിയുള്ള എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുകയായിരുന്നു എന്നുള്ള സത്യം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ മാത്രമാണ് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചിരുന്നത്. എങ്ങനെയെങ്കിലും ഈ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ഒരാളെയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാവരും, അതായത് ഈ വ്യക്തിക്ക് അറിഞ്ഞുകൂടാത്തൊരു മുഖം എല്ലാവരിലും ഉണ്ടായിരുന്നു, ഒരു ക്രൂരമായിട്ടുള്ളൊരു മുഖം എല്ലാവരിലും ഉണ്ടായിരുന്നു എന്ന സത്യം മനസ്സിലാക്കാൻ അവർ താമസിച്ചു പോയി. നിങ്ങളുടെ ആ ഒരു യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കാൻ താമസിച്ചു പോയതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ശരിക്കും കുറ്റബോധമുണ്ട്. നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇനിയൊരു അവസരവും കൂടെ ദൈവം അവർക്ക് കൊടുത്തായിരുന്നെങ്കിൽ, പുതിയൊരു ജീവിതത്തിന്, എല്ലാം മറന്ന് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതത്തിന് പുതിയൊരു അവസരം കൊടുത്തായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എവിടെയൊക്കെയോ അവർ യൂണിവേഴ്സിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. അവർക്ക് വിശ്വാസമുണ്ട് അവർക്ക് ഇനിയൊരു പുതിയൊരു ലൈഫ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ. പക്ഷേ അത് എന്നത്തേക്ക് എന്നൊന്നും അവർക്ക് അറിയത്തില്ല. അവർ ഇത്രയും നാളും ഒരു വിഡ്ഢിയായി എന്നുള്ള ഒരു അവസ്ഥ, വിഡ്ഢിയായിപ്പോയി എന്നുള്ള ഒരു ചിന്ത അവരെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു. അവർ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ എഫേർട്ട് ഇട്ടത്, നിങ്ങൾക്കൊഴികെ ബാക്കി ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ അവർ വിശ്വസിച്ച് എഫേർട്ട് ഇട്ടത്, അവരെല്ലാവരും നിങ്ങളുടെ വ്യക്തി ഒരു വിഡ്ഢിയായി കണ്ട് യൂട്ടിലൈസ് ചെയ്യുകയായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പുതിയൊരു ജീവിതം കിട്ടണമേ, എല്ലാത്തിനും പുതിയൊരു തുടക്കം ഉണ്ടാകണമേ എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സോൾമേറ്റ് കണക്ഷനായിട്ട് കാണുന്നുണ്ട്.
നിങ്ങൾ തമ്മിൽ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് അത് എങ്ങനെയൊക്കെയോ ബ്രേക്കപ്പായി. അതിനി വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം അത് പണ്ടത്തെ സ്നേഹമൊന്നുമല്ല, അതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു സ്നേഹം വേണം. കൂടുതലും 100 ഇരട്ടി സ്നേഹം നിങ്ങളിൽ നിന്ന് വേണം. നിങ്ങൾ ആഗ്രഹിച്ചത് എന്തൊക്കെയാണോ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ വ്യക്തിക്ക് തരാൻ സാധിക്കാത്തത് അതെല്ലാം നിങ്ങൾക്കും തരണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തന്നെ നിങ്ങളുടെ കൂടെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി ഇരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കൂടെ ജീവിക്കണം. ആ നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്കും തന്ന് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് നഷ്ടപ്പെടുത്തിയതെല്ലാം ഇവർക്കും തിരിച്ചു വേണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും അവർ ശരിക്കും നെഗറ്റീവ് തോട്ട്സാണ്, അവർക്ക് ഡിസപ്പോയിൻറ്റഡ് ആണ്. അവരിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയ തെറ്റിനെ ഓർത്തിട്ട് അവർ പശ്ചാത്തപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, മറ്റാർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ വാക്കുകൊണ്ട് നോവിച്ചിട്ടുണ്ട്. ജയിക്കാൻ വേണ്ടിയിട്ട് പലതും നിങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മറ്റാരും കേൾക്കാൻ പാടില്ലാത്ത, മറ്റാരും, അതായത് മനസ്സ് നശിച്ചു പോകുന്ന രീതിയിൽ, ഹൃദയം നുറുങ്ങിപ്പോകുന്ന രീതിയിലുള്ള വാക്കുകൾ നിങ്ങൾക്കെതിരെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി ആലോചിക്കുന്നു, നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നേടിയെടുത്ത വിജയം എന്തായി? അവർ കംപ്ലീറ്റ്ലി പരാജയപ്പെട്ടു പോയല്ലോ. നിങ്ങളെ നശിപ്പിച്ച് വിജയം നേടിയെടുത്തിട്ട് അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവരെ വല്ലാണ്ട് കൊന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിരവധി തവണ നിങ്ങളുമായിട്ട് വഴക്കിട്ടിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ആദ്യമൊക്കെ നിങ്ങളുടെ അടുത്ത് താന്നു തരുമായിരുന്നു. നിങ്ങളിപ്പോൾ വഴക്കിട്ടിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കുമായിരുന്നു. ഒരു ദിവസം പോലും പിണങ്ങിയിരിക്കാൻ അവർ അനുവദിക്കുകയില്ലായിരുന്നു. നിങ്ങളൊന്ന് പിണങ്ങിയിരുന്നാൽ തന്നെ അവർക്കായിരുന്നു സങ്കടം. അപ്പോൾ ആ ഒരു ദിവസം അടുത്ത ദിവസം ഉണ്ടെങ്കിൽ അന്ന് രാത്രിയോടുകൂടി നിങ്ങളുടെ ആ ഒരു പിണക്കം അവർ എത്ര എഫേർട്ട് ഇട്ടിട്ടാണെങ്കിലും മാറ്റുമായിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് വഴക്കുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കി, നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങൾ എന്ത് ചോദിച്ചാലും അവർ ഫ്രസ്ട്രേറ്റഡ് ആവാൻ തുടങ്ങി. നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്യാതെ നിങ്ങളെ കൺട്രോൾ ചെയ്യുകയും എപ്പോഴും വഴക്കുണ്ടാക്കുകയും നിങ്ങളെ കുത്തി നോവിക്കുകയും നിങ്ങളെ ഡെയിലി ഒരു മേ ബി ഒരു ഫിസിക്കൽ ടോർച്ചർ ആവാം, എല്ലാത്തരം നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളെ അങ്ങ് എന്താ പറയുന്നത്, അവരുമായിട്ട് റിലേഷൻഷിപ്പ് വേണ്ടായിരുന്നു എന്ന് പോലും ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിച്ചു. പക്ഷെ നിങ്ങൾക്ക് മരണം പോലും നിങ്ങൾ മുന്നിക്കണ്ടിട്ടുള്ളൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ജീവിക്കണ്ട, ഇനി എന്തിനാണ് നിങ്ങൾക്ക് ഈ ജീവിതം? നിങ്ങൾ മരിക്കാൻ വരെ, കുറേ പേര് ഇവിടെ മരിക്കാൻ വരെ സൂയിസൈഡ് അറ്റംപ്റ്റിന് ട്രൈ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. കുറേ പേര് ഇവിടെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. കുറേ നാൾ നിങ്ങൾ കിടക്കുമായിരുന്നു, ക്ഷീണം പിടിച്ച് തീരെ വയ്യാത്തൊരവസ്ഥ. അതായത് ശാരീരികമായിട്ടും വയ്യ, മാനസികമായിട്ടും വയ്യ. ഈ ഒരു അവസ്ഥയിൽ നിന്നും ഓവർകം ചെയ്യുക എന്നുള്ളത് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല. ഇവിടെ കുറേ പേര് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ, അതായത് ഇവിടെ കുറേ പേരുടെ എനർജി കാണുന്നത് അവരുടെ വ്യക്തി അവരെ ഹറാസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ചെയ്യാത്ത തെറ്റിന് ബ്ലെയിം ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ ഒരു തെറ്റുകാരി അല്ലെങ്കിൽ ഒരു തെറ്റുകാരനാക്കി ചിത്രീകരിച്ച് ആ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെയാണ് നിങ്ങളിവിടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു ലൈഫ്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടബോധം ഉണ്ടെങ്കിൽ തന്നെ, നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു ലൈഫ് കണ്ടുപിടിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു പാതയിൽ സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലെത്തേണ്ട ആളാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലായി. നിങ്ങളുടെ ആ ഒരു വില നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലായി. നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ അടിമയായിട്ട് കിടക്കേണ്ട വ്യക്തി ആയിരുന്നില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കി.
ജീവിതത്തിൽ ഇനി വിജയം മാത്രം നേടണം എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ഒരുപാട് പ്ലാൻസൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. നേരെ തിരിച്ച് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ വിജയമായിരുന്നു, അവരെന്തൊക്കെയായിരുന്നു നേടിയെടുത്തത്, അതെല്ലാം കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ട് അവരെവിടെ പോയാലും ഇപ്പോൾ അവരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം അവർക്കുണ്ട്. അവർ ആരെയൊക്കെ ഒരുപാട് വിശ്വസിച്ചിരുന്നു, ആ ഒരു ട്രസ്റ്റ്, ആരൊക്കെയോ അവരുടെ അടുത്ത് വിശ്വാസവഞ്ചന കാണിച്ചതായിട്ടും കാണുന്നുണ്ട്. അതിൽ നിന്നൊന്നും ഓവർകം ചെയ്യാൻ സാധിക്കാതെ കരിയറും നഷ്ടപ്പെട്ട് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന നല്ല സാലറി ഉണ്ടായിരുന്ന ജോബാവാം, അവരുടെ ആ ഒരു ജോബൊക്കെ നഷ്ടപ്പെട്ട് പുതിയൊരു സ്ഥലത്ത് പോലും ജോബിന് അവർക്ക് മര്യാദയ്ക്ക് കയറാൻ സാധിക്കുന്നില്ല. കയറുവാണെങ്കിൽ തന്നെയും അവിടെയും പ്രശ്നങ്ങളുണ്ടായി അവിടുന്ന് ജോലി രാജിവെച്ച് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് വിശേഷം ചോദിച്ചാലും സംസാരിച്ചാലും സ്നേഹമായിട്ടിരുന്നു കഴിഞ്ഞാൽ തന്നെയും അവരതെല്ലാം അവോയ്ഡ് ചെയ്യുന്നു. അവർ ലൈഫിൽ ഒരു സാറ്റിസ്ഫൈഡ് അല്ല, അവർ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആണ്. അവരുടെ ജീവിതത്തിലെ പണ്ട് ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം അവർ തന്നെ നഷ്ടപ്പെടുത്തി വേറെ ഏതൊക്കെയോ വഴിയിൽ കൂടെ സഞ്ചരിച്ചു. അവർ തന്നെ തിരഞ്ഞെടുത്ത വഴി അവരെ ഒരു നിരാശാഘട്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അവരുടെ ജീവിതം നശിച്ചുപോയി. അവരുടെ ജീവിതം ഒരു അട്ടർ ഫെയിലിയറായി ഇപ്പോൾ അവർ എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ല. എന്തൊക്കെ നല്ല കാര്യങ്ങൾ പുതിയൊരു ലൈഫ് തുടങ്ങാമെന്ന് കരുതിയിട്ട് എന്ത് ചെയ്താലും അതൊരു വല്ലാത്ത ഒരു ഡിസപ്പോയിൻറ്റിങ് സിറ്റുവേഷനിലേക്കാണ് നിങ്ങളുടെ വ്യക്തിയെ ഇവിടെ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വ്യക്തി അതൊക്കെ റിഫ്യൂസ് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി റിഗ്രറ്റ് ചെയ്യുന്ന ഒരവസ്ഥ, എല്ലാത്തിനോടും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയ തെറ്റിനെ ഓർത്തിട്ട് നിങ്ങളുടെ വ്യക്തി എന്നും അത് പശ്ചാത്തപിക്കുകയും നിങ്ങളുടെ അടുത്ത് ഒരു 100 തവണയെങ്കിലും അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളിലേക്ക് അവർക്ക് മടങ്ങി എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഭയങ്കര ധൈര്യശാലികളായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്, നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ് എന്നൊക്കെ നിങ്ങൾ തേടി നടക്കുന്നത്. ഇവിടെ ഒരുപാട് ചലഞ്ചിങ് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ ഇപ്പോഴത്തെയുള്ള ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. നിങ്ങൾ വളരെ വല്ലാത്തൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ശരിക്കും ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ശരിക്കും ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ചുറ്റിനും ഒരുപാട് എനിമീസ് ഉണ്ട്. അതുകൊണ്ട് അതായത് സുഹൃത്തുക്കളാണ് എന്ന് കരുതി അടുത്തു കൂടിയിട്ടുള്ള എല്ലാവരും ശത്രുക്കളായിരുന്നു എന്നത് തിരിച്ചറിയാൻ നിങ്ങളുടെ വ്യക്തി വൈകി. ഇനി അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇവരുടെ കൂടെ നിന്നിട്ട് റിസ്ക് എടുക്കാൻ വയ്യ. എന്തായിരിക്കും ഇനി അവരുടെ ലൈഫ് എന്ന് ഓർത്തിട്ട് അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് തിരക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഡിസപ്പിയർഡ് ആണ്, അത് എവിടെയോ ആണ്. ആ വ്യക്തിയെക്കുറിച്ചിട്ട് ചിലപ്പോൾ ഒരു വിവരവുമില്ല. ഇവിടെ ആ ഒരു വിവരം ഇല്ലാത്തത് ഒരിക്കലും, അതായത് ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ഒരു അറിവും ഇല്ലാത്തത് ഒരിക്കലും അവർ ലൈഫിൽ മൂവ് ഓൺ ആയതല്ല. അവർ ശരിക്കും ട്രാപ്ഡാണ്, സ്റ്റക്കായിട്ട് നിൽക്കുവാണ് അവസ്ഥയിൽ. അവർ ശരിക്കും അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ശരിക്കും ഭയപ്പെട്ടിരിക്കുന്നു. ഈ സിറ്റുവേഷനിൽ അവർക്ക് എങ്ങനെയാണ് മുമ്പോട്ട് ജീവിക്കേണ്ടത് എന്നറിയില്ല. ശരിക്കും മരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ അവസാനം ഇത്രയും വലിയ വിഷമത്തിലാകും. ഇനി അവർക്ക് വിഷമത്തിലാകുമെന്ന് അവർ കരുതിയില്ല. ഇനി അവർക്കൊരു പുതിയൊരു ജീവിതം ഉണ്ടാകുമോ എന്ന് തന്നെ അറിയത്തില്ല. അവർ ശരിക്കും പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഒരവസ്ഥ നിങ്ങൾക്ക് ദൈവാധീനം ഉള്ളതായിട്ട് കാണുന്നുണ്ട് നല്ല രീതിയിൽ. നിങ്ങളെ ആരൊക്കെയോ ഇപ്പോൾ ഒരുപക്ഷെ കുറേ പേര് ഇവിടെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ ഒരു ഉപദേശം നേടിയിട്ടുണ്ടാവാം. ഏതൊക്കെയോ നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാവാം. നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്നും നിങ്ങളുടെ പ്രോബ്ലത്തിൽ നിന്നും നിങ്ങളെ ഓവർകം ചെയ്യാൻ. നിങ്ങളിപ്പോൾ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളിപ്പോൾ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക്. എത്ര ചലഞ്ചിങ് സിറ്റുവേഷൻസ് വന്നാലും നിങ്ങളൊന്നും കുലുങ്ങാതെ നിങ്ങളതിനെ ഫേസ് ചെയ്യാനാണ് നിങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല.
നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആരെയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പം അടുപ്പിക്കാറില്ല. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി തോന്നുന്ന ആരുമായിട്ട് നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് വെക്കാറില്ല. നിങ്ങൾക്കിപ്പോൾ നല്ല സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ഒറ്റയ്ക്ക് മതി എന്നുള്ളൊരു തീരുമാനത്തിൽ മുന്നിട്ടിറങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു വില മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ സ്വന്തമായിട്ട്. ഇത്രയും നാളും നിങ്ങൾക്ക് ആ ഒരു വില മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, നിങ്ങളുടെ വില നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ പിന്നാലെ ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികെ തിരിച്ചെത്തും, കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് തിരിച്ചെത്തും എന്ന് തന്നെയാണ്. കാരണം അവരുടെ ഇപ്പോഴത്തെ ജീവിതം അവസ്ഥ നോക്കുകയാണെങ്കിൽ അവരുടെ ചുറ്റിനുമുള്ള എല്ലാവരും അവർക്ക് ശത്രുക്കളായി. അവരുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം സംസാരിച്ചു, ബെനിഫിറ്റിന് വേണ്ടി മാത്രം അവരെ യൂസ് ചെയ്തു. ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ നിങ്ങളുടെ വ്യക്തിക്ക് അധികകാലമൊന്നും ജീവിക്കാൻ സാധിക്കുകയില്ല. അവർക്കിപ്പോൾ തന്നെ അവർ മരിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടണം, ചുറ്റിനുമുള്ള എല്ലാവരോടും ദേഷ്യം, കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ്, അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, നിങ്ങളെക്കുറിച്ചിട്ട് മാത്രമാണ് ചിന്ത. കാരണം നിങ്ങളുടെ ആ ഒരു വാല്യൂ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇനി നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റിച്വലാണ്. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ പ്രശ്നത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് നിങ്ങളുടെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് റിച്വൽസ് ആണ് തയ്യാറാക്കി നൽകുന്നത്. അതായത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് ചെയ്തു തരുന്നതാണ് നിങ്ങൾക്കുള്ള പരിഹാരം. അത് വേണ്ടുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങും എടുത്തിട്ട് നിങ്ങളുടെ ബ്ലോക്കേജ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് വളരെയധികം നല്ലതാണ്. നമുക്കിനി റിച്വൽസ് എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് ഒരു പേനയാണ് വേണ്ടുന്നത്. കറുപ്പ് ഒഴികെ ബാക്കി ഏത് നിറത്തിലുള്ള പേനയോ സ്കെച്ച് പെന്നോ എടുക്കാം, കറുപ്പ് എടുക്കരുത്. അതിനുശേഷം ആ ഒരു വെള്ള കളറിലെ പേപ്പർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതുക. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നോ അതെല്ലാം എഴുതുക. ഇതിനകത്ത് ഒരിക്കലും ഒരു തേർഡ് പേഴ്സൻ്റെ പേരോ തേർഡ് പാർട്ടി എന്നുള്ളൊരു വാക്കോ ഇതിനകത്ത് കൊണ്ടുവരണ്ട. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഒരിക്കലും ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെന്ന് ചിന്തിക്കുകയേ വേണ്ട, അങ്ങനെ ഒരാളില്ല. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സന്തോഷമാണോ നിങ്ങൾക്കിഷ്ടം, എന്തൊക്കെ സന്തോഷം കിട്ടിയാലാണോ നിങ്ങൾക്ക് സന്തോഷം വരുന്നത്, അത് എഴുതുക. അത് എഴുതുമ്പം നിങ്ങൾക്കത് ലഭിച്ച് കഴിഞ്ഞ രീതിയിൽ വേണം എഴുതാൻ. 1 2 3 4 5 6 ഇങ്ങനെ വന്നിട്ട് അങ്ങ് എഴുതുക. നിങ്ങൾക്ക് എത്രയുണ്ടോ അത്രയും അങ്ങ് എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് കുറേ വായിക്കുക. എത്ര തവണയാണോ നിങ്ങൾക്ക് വായിക്കാനത് ഇഷ്ടം അത്രയും തവണ വായിക്കുക. ഇത് കുറേ തവണ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ല സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. 100% നിങ്ങൾക്കത് സന്തോഷം ലഭിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലപ്പോൾ അതങ്ങ് ഒരു അഫർമേഷൻ ആവും. ഈ എഴുതിയ കാര്യങ്ങളെല്ലാം ഡെയിലി നിങ്ങൾ തന്നെ ഓർത്ത് വിഷമിക്കുന്നതായിരിക്കും. നിങ്ങൾക്കത് കിട്ടിയില്ലല്ലോ, ഇനി അത് എപ്പോഴാണ് കിട്ടുന്നത് എന്നൊക്കെ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ അത് കിട്ടിയതായിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അത്രയും തവണ അതിങ്ങനെ റിപ്പീറ്റഡ്ലി വായിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കത്തിച്ച് കളയണം. കത്തിച്ച് ആ ഒരു ആഷസ് ഇല്ലേ, ആ ആഷസ് യൂണിവേഴ്സിൽ തന്നെ അതങ്ങ് പറത്തി വിടാൻ ശ്രമിക്കണം. പറത്തി വിട്ടിട്ട് എനിക്ക് ഈ ആഗ്രഹം നടത്തി തന്നതിന് നന്ദി എന്നും കൂടെ പറയുക. ഒരിക്കലും ടോയ്ലറ്റിലോ വാഷ് ബേസിലോ ഒന്നും കൊണ്ടുവന്നിട്ട് വെള്ളം ഒഴിച്ച് കളയരുത്. യൂണിവേഴ്സിൽ വെളിയിൽ കൊണ്ടുവന്നിട്ട് പറത്തി കളയുക. നിങ്ങൾ ആ എഴുതി വെച്ചിരിക്കുന്ന അഫർമേഷൻസ് എല്ലാം നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്തെടുക്കുക. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ നിങ്ങൾ എന്തൊക്കെയായിരിക്കും എഴുതിയത് എന്നുള്ളത്. ഡെയിലി അതിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വെച്ചിട്ട് വേണം കേട്ടോ ഇത് എഴുതാൻ. കരഞ്ഞുകൊണ്ടിരുന്നിട്ടോ മൂഡ് ഓഫ് ആയിട്ടിരുന്നിട്ടോ അല്ലെങ്കിൽ ഇത് ചെയ്യണമല്ലോ എന്ന് കരുതിയിരുന്നിട്ടോ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഇതൊന്നും ചെയ്യണ്ട. മൈൻഡിനെ റിലാക്സ്ഡ് ആയിട്ട് വെച്ച് ഇതൊരു മാനിഫെസ്റ്റേഷനാണ്. അത് നിങ്ങളുടെ ലൈഫിൽ അത് കിട്ടണം, അത് കിട്ടി എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങും റിച്വൽസും. വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസ് ആയും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു. അതിനു മുന്നേ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ.